അരുൺ, അപ്പോൾ അവർ യാത്ര തിരിച്ചു കഴിഞ്ഞു, കായംകുളം കഴിഞ്ഞു എന്നാണ് പറയുന്നത്. പോലീസ് നൽകിയ വിവരങ്ങളൊക്കെ ഇതിനോടകം തന്നെ അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അരുൺ. തീർച്ചയായും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ ചാലക്കുടിയിലെ പോലീസ് സംഘം ഈ ഐശ്വര്യയുമായി ചാലക്കുടി സ്റ്റേഷനിലേക്ക് എത്തും. ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഐശ്വര്യ സ്വന്തം ഇഷ്ടപ്രകാരം പോയതാണ്. തനിക്ക് വീട്ടിൽ നിൽക്കുന്നതിനോട് മറ്റ് ചില മാനസികമായ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് ഐശ്വര്യ ഇപ്പോൾ അവിടെ അറിയിച്ചിട്ടുള്ളത്. ഈ ധ്യാന കേന്ദ്രത്തിൽ അറിയിച്ചതും അങ്ങനെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ചാലക്കുടി പോലീസുമായി നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവർ അതിൻ്റെ അവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഐശ്വര്യ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ പ്രൊസീജിയറിൻ്റെ ാണ്. അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുട്ടിയെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായി തങ്ങൾക്ക് മുമ്പിലുണ്ടായിരുന്ന ദൗത്യം. ആ ദൗത്യം ഇപ്പോൾ ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഐശ്വര്യയ്ക്ക് മറ്റ് പ്രശ്നങ്ങളില്ല. ഐശ്വര്യയുടെ ഇഷ്ടം കൂടി പരിഗണിച്ചായിരിക്കും ഇനി മറ്റു കാര്യങ്ങൾ തേടുക. അത് എവിടേക്ക് പോകണം എന്നുള്ള കാര്യത്തിലടക്കം ഐശ്വര്യയുടെ താല്പര്യവും ഐശ്വര്യയുടെ ഇഷ്ടവുമായിരിക്കും പോലീസ് പരിഗണിക്കുക എന്നുള്ളത് കൂടി പോലീസ് വ്യക്തമാക്കുന്നു. അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് കാണാതായ 20-കാരി ഐശ്വര്യയെ ചാലക്കുടിയിലെ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തിവരുന്നതിനിടയിലാണ് ഈ ധ്യാന കേന്ദ്രത്തിൽ ഐശ്വര്യയുണ്ട് എന്നുള്ള വിവരം അറിയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കുടുംബത്തെയും ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. ഐശ്വര്യയുടെ അമ്മ ഉൾപ്പെടെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ അവിടേക്ക് ഉള്ള യാത്രയിലുമാണ്.